ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമല്ല, ഒരു സഹായ അഭ്യർത്ഥന കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ IRCTCയിൽ പുതിയൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക്, അഥവാ PWD കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ടിക്കറ്റിൽ ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി, കൺസെഷൻ ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇത്ര സിമ്പിളായിട്ട് വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞാലും അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടെക്നിക്കലായിട്ട് അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ചെയ്യുമ്പോൾ എറർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ഭിന്നശേഷി സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സംഭവം ചെയ്തു കൊടുത്ത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ആദ്യമായി നിങ്ങളുടെ കയ്യിലുള്ള ID കാർഡിൻ്റെ ഫോട്ടോ പിക്ചർ ക്വാളിറ്റി ഇല്ലാത്തതും ക്രോപ്പ് ചെയ്യാത്തവയുമാണെങ്കിൽ അവയെ എൻഹാൻസ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ഓക്കൻ സ്കാൻ പോലുള്ള ഏതെങ്കിലും ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ശേഷം ID കാർഡിൻ്റെ ഫോട്ടോ ആപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അതിനെ എൻഹാൻസ് ചെയ്തെടുത്ത് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ഇനി അതിനെ PDF രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് I love PDF എന്ന് സെർച്ച് ചെയ്യുക. അതിൽ JPG to PDF കൺവെർട്ടർ എടുത്ത ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ID കാർഡിൻ്റെ ഇമേജ് ഫയൽ അപ്ലോഡ് ചെയ്ത് രണ്ട് സൈഡും ഒരേ പേജിൽ വരുന്ന രീതിയിൽ PDF ആയിട്ട് കൺവെർട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നേരെ IRCTC ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ പാസഞ്ചർ ലിസ്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേരിന് താഴെ കൺസെഷൻ കാറ്റഗറി എന്ന് കാണുന്ന ഭാഗത്തുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റി, നാഷണൽ അവാർഡ് വിന്നർ എന്നീ രണ്ട് കാറ്റഗറികൾ കാണാം. അതിൽ പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റി സെലക്ട് ചെയ്യുക. അടുത്തതായി സെലക്ട് ഡിസാബിലിറ്റി പെർസെൻറ്റേജ് എന്നുള്ള ഭാഗത്ത് ID കാർഡ് പ്രകാരം ഡിസാബിലിറ്റി പെർസെൻറ്റേജ് 60% കൂടുതലാണെങ്കിൽ ഇടതുവശത്തേതും 60% കുറവാണെങ്കിൽ വലതുവശത്തേതും ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് താഴെ PWD ID എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ID കാർഡിലെ നമ്പർ തെറ്റിക്കാതെ എൻ്റർ ചെയ്യുക. ശേഷം ക്ലിക്ക് ടു അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള ID കാർഡിൻ്റെ ഇരുവശങ്ങളും അടങ്ങിയ PDF ഫയൽ അപ്ലോഡ് ചെയ്യുക. അതിന് താഴെയുള്ള സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയാവും. അതിനുശേഷം IRCTC അപ്രൂവൽ ലഭിച്ച ശേഷം നിങ്ങൾക്ക് ഷിപ്പ് ടിക്കറ്റിൽ കൺസെഷൻ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ 15 ആണ്. ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക.